ഞാനിപ്പോൾ മോമാക്കൻ്റെ അടുത്ത് ഒരു 500 രൂപ കടം വാങ്ങിയാൽ ഞാനത് തിരിച്ചു കൊടുക്കണം എന്ന പോലെ മോമാക്കനോട് ഞാൻ പറയണെന്ത് 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരട്ടോ എന്ന് പറഞ്ഞൊരു വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം ചെയ്ത് ആ വാഗ്ദാന കടം വീട്ടുന്നത് പോലെ ആ വാഗ്ദാനം നിർവഹിക്കണം എന്നാ പറയുന്നത്. അതാണ് കടത്തിനെ പോലെയാണ് വാഗ്ദാനം നിർവഹിക്കുക എന്ന് പറയുന്ന സംഗതി. റസൂലുള്ളാഹിന്റെ ഹദീസാണിത്. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വഇയു മിസ്ലു ദൈൻ ഔ അഫ്ളലു വൽ വഇയു അൽ വഅദ്. എന്താ പറഞ്ഞറിയോ? ഈ വഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാഗ്ദാനം കരാറ് പാലിക്കുക എന്നുള്ളത്. ആ സംഗതി അതൊരു മിസ്ലുദ്ദൈൻ, ഒരു കടം മാതിരിയാണ്, പൈസ കടം വാങ്ങുന്നത് മാതിരിയാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്താ വരുന്നത്, അത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഒരു സംഗതി ഏറ്റെടുത്ത് അത് നിർവഹിക്കണം. അപ്പൊ നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, വീട്ടിൽ ഭാര്യനോട് കുറേ സംഗതികൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും പല സമയങ്ങളിലും. പിന്നെ ഓർക്ക് മനസ്സിലായി ഇതിങ്ങനെ കബറും പുറത്ത് സലാം ചെല്ലുന്ന മാതിരിയാണ്. അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അല്ലേ, കബറും പുറത്തേക്ക് സലാം ചെല്ലുക. ഒരു മറുപടി നമ്മൾ കേൾക്കൂലല്ലോ. കുറേ കബർ പുറത്തേക്ക് സലാം ചെല്ലുന്ന മാതിരി നമ്മളെ ഭാര്യമാർ പലതും പറഞ്ഞിട്ടുണ്ട്. ഓൽക്കും മനസ്സിലായി ഇതിപ്പോൾ യാതൊരു എഫക്റ്റും ഇല്ല, ഇനി കിട്ടുന്നൊരു പ്രതീക്ഷയില്ല. മൂപ്പരൊക്കെ ഓക്കെ പറഞ്ഞു പോകും. പ്രതീക്ഷകൾ നമ്മൾ പല ക്ലാസ്സിലും കേൾക്കണമല്ലോ, പ്രതീക്ഷകൾ കൊടുക്കണം എല്ലാവർക്കും ഒക്കെ ശരിയാക്കി തരാം അങ്ങനെയായിട്ട് പറഞ്ഞിട്ട് ആണ് പോകും. പക്ഷെ അത് ചെയ്തു കൊടുക്കൂല. ചെയ്തു കൊടുക്കാതിരിക്കുമ്പോഴാണ് ഈ വാഗ്ദാനം ലംഘിക്കുന്ന വകുപ്പിൽ നമ്മൾ പെടുക. മനസ്സിലായില്ലേ? ഈ വാഗ്ദാനം ഏറ്റെടുക്കുമ്പോൾ തന്നെ ചെയ്യൂല എന്ന രൂപത്തിൽ നമ്മൾ ഏറ്റെടുക്കുക, അത് ഭയങ്കരമായ തെറ്റാണ്. ആദ്യം തന്നെ അത് ഞാൻ വെറുതെ ഓലോട് പറയാം, ഞാൻ ചെയ്തോളാം, അത് ഞാൻ വാങ്ങിക്കൊണ്ടേ തരാം, അങ്ങനെ വെറുതെ അങ്ങോട്ട് പറയലുണ്ട്. ആ വെറുതെ എന്നുള്ള ചിന്തയോട് കൂടി തന്നെ ഒരു വാഗ്ദാനം ചെയ്യുക, അത് ഭയങ്കര തെറ്റാണ്. അത് യഥാർത്ഥ മുനാഫിക്കിൻ്റെ ലക്ഷണമാണ് എന്നിവിടെ ശേഷം പറയുന്നുണ്ട്. അല്ലാത്തത് നമ്മൾ ആഗ്രഹമുണ്ട്. ഭാര്യ പറയും നിങ്ങൾക്ക് എൻ്റെ പൊന്നൊക്കെ ഇപ്പം നിങ്ങൾ വിറ്റ് തീർത്ത് ഒന്നുമില്ല ഇപ്പം എൻ്റെ കൈമ്മിൽ, എന്തെങ്കിലും ഒന്ന് നിങ്ങൾ വാങ്ങിത്തരണം. ഞാനില്ല ഇവിടെ, ഞാൻ വാങ്ങിത്തരും, എല്ലാം വാങ്ങിത്തരാം. പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട്, വാങ്ങിക്കൊടുക്കണമെന്ന് പൂതിയുണ്ട്. പക്ഷേ വില കൂടിയതുകൊണ്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയാതിരിക്കുക ഒരു കാരണമാണ്. അതിനുള്ള വരുമാനം ഇയാൾക്കില്ല. അപ്പോൾ ഒരു കാരണമാണ്. അപ്പോൾ അത് ആ മുനാഫിക്കിലേക്ക് എത്തൂല ആ ലംഘനം. അതേ സമയത്ത് ആദ്യം തന്നെ മനസ്സുകൊണ്ട് കരുതാ, ഓളിപ്പോൾ 10 പവൻ വാങ്ങിക്കൊടുക്കാൻ ഞാൻ 20 വാങ്ങിക്കൊടുക്കാന്നായിട്ട് പറയാം. എന്നാൽ ഇപ്പം രംഗങ്ങോട്ട് കഴിച്ചിലാവുമല്ലോ. 10 എന്തിനാ 10, എനിക്ക് 20 പവൻ തന്നെ വാങ്ങിത്തരും. എന്തിനു ഈ വേദന? ഞാനല്ലേ ഇവിടെ, ഞാൻ വാങ്ങിത്തരും. എനിക്ക് കുറച്ച് പൈസ കിട്ടാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാനണ്ട് തരും. ഇത് മനസ്സിൻ്റെ ഉള്ളിൽ അതൊന്നും വാങ്ങിക്കൊടുക്കണ്ട എന്നുള്ള ചിന്തയാണ്. അത് യഥാർത്ഥ മുനാഫിക്കിൻ്റെ ലക്ഷണമാണ്. അത് ഭയങ്കര വിഷയമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മനസ്സുകൊണ്ട് താല്പര്യമില്ലാതെ ഒരു സംഗതി, ഒരു വാഗ്ദാനം ഏറ്റെടുക്കാൻ പാടില്ല. ഇത് പുറം നാട്ടിലേക്കൊന്നും പോകണ്ട, നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ.